എന്തൊരു നാറ്റം ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്? എന്റെ പൊന്നെ, അത് പറയാണ്ടിരിക്കല നല്ലത്. ഞങ്ങളുടെ ജീവിതം കട്ടപ്പുകയാക്കി എല്ലാരും കൂടെ. മഴ പെയ്തപ്പോഴേ വെള്ളം കെട്ടിക്കിടന്നാണ് ഇതെല്ലാം. ഈ കമ്പനിയിലെ അഴുക്ക് വെള്ളങ്ങള്, പിന്നെ ഇവിടെയൊക്കെ വെള്ളം കക്കൂസിലെ വെള്ളമാണോ? കക്കൂസിലെ വെള്ളം. സ്വന്തം കിണറ്റില് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല? ഇല്ല ഇല്ല ഇല്ല, വേറെ വെള്ളം കൊണ്ട് കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. വളരെ ദുരിതത്തിലാണോ നിങ്ങള്? ഞങ്ങള് എന്റെ ഒരു പാത്തു 64 വയസ്സായി. 90 വയസ്സായ ഒരു അമ്മ ഉണ്ട്. എനിക്കാനൊന്നും പാടില്ല. നാറ്റമൊക്കെ ഉണ്ട്. അത് അങ്ങ് പറയും. അത് ഇവിടെ ഭയങ്കര മഴ പെയ്തപ്പോ വെള്ളം കെട്ടിക്കിടന്നാണ് ഇതെല്ലാം. ഈ കമ്പനിയിലെ അഴുക്ക് വെള്ളങ്ങള്, പിന്നെ ഇവിടെയൊക്കെ വെള്ളം കക്കൂസിലെ വെള്ളമാണോ? കക്കൂസിലെ വെള്ളം. പിന്നെ നമുക്ക് കെണ്ടുണ്ടായി. ആ കെണ്ടെല്ലാം നശിച്ച് ഒരിച്ചിരി ഇഴം കൂടി കഴിയുമ്പോഴത്തേനും ഇവര് ഇവിടുന്ന് തുറന്ന് കുത്തി വിടും. പിന്നെ അവിടെയൊക്കെ വെള്ളവും നമ്മുടെ മതിലിൻ്റെ അണ്ടയിലെല്ലാം അഴുക്കും. കുടിക്കാൻ പറ്റില്ല. നമ്മള് ഇങ്ങനെ വെള്ളമൊക്കെ കുറെ ദൂരത്തിൽ നിന്ന് കൊണ്ടുവന്നെ പാട്ടില്ലാണ്ടിരിക്കണ, നാട്ടാക്കൊക്കെ വന്നിരിക്കണ, അങ്ങനെയൊക്കെ. എന്തൊരു നാറ്റം ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്? എന്റെ പൊന്നെ, അത് പറയാണ്ടിരിക്കല നല്ലത്. ഞങ്ങളുടെ ജീവിതം കട്ടപ്പുകയാക്കി എല്ലാരും കൂടെ. നമ്മുടെയൊക്കെ വീട് ആകെ ഇതായി. ഇതൊക്കെ അമ്മ ഒത്തിരി വയസ്സായത് നോക്കിയേ കയറി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. പിന്നെ ഈ ജനങ്ങളും ഈ നമ്മുടെ സ്വന്തക്കാരും ഒക്കെ തന്നാണ് നമ്മൾ ജീവിക്കണേ. എനിക്ക് അറ്റാക്കൊക്കെ വന്ന് ശ്വാസം മുട്ട്, അവിടുത്തെ ആ കുഞ്ഞിന് പനിയിൽ തലച്ചോറിലേക്ക് ഇത് കയറി. സ്വന്തം കിണറ്റിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല? ഇല്ല ഇല്ല ഇല്ല, വേറെ വെള്ളം കൊണ്ട് കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഭയങ്കര ഇടങ്ങേറ്. കിണറ് എത്ര വർഷമായി കിണറ് കുത്തിയിട്ട്? എന്റെ കുത്തിയിട്ട് 10 ഞങ്ങള് കുഴിപ്പണിക്ക് കിടന്നാണ് കെണ്ടൊക്കെ കുത്തി എല്ലാം ഉണ്ടാക്കി. നമുക്ക് സഹായിക്കാൻ ആമക്കളൊന്നുമില്ല, ആളുകാരും ആരുമില്ല, ഭർത്താവില്ല, മകളില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു ദുരിതത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അല്ലേ, ഇതാണ് കിണറല്ലേ? കിണറ് കുടിക്കാനോ ഒന്നും പറ്റൂല കേട്ടാ. വെള്ളം കിടക്കണണ്ട, കരിനീലം പോലെ കിടക്കണണ്ട. എന്നും ഇങ്ങനെ തന്നെ വെള്ളം. ഇത്രയും വെള്ളം ഉണ്ടാവും ഇവിടുന്ന് ഇറങ്ങി തന്നെ. ഈ കക്കൂസ് മാലിന്യം ഇതിനകത്തോട്ട് വീഴുവോ? ഞങ്ങൾക്ക് ഭയങ്കര ഇടങ്ങാറ എല്ലാം. പിന്നെ ഇവിടുത്തെ 2 കുഞ്ഞുങ്ങളാ പെണ്ണിന് ശ്വാസം മുട്ട അത് ഇതൊക്കെ ആയി. അങ്ങനെ കുഞ്ഞിനെ തള്ളിയിട്ടൊക്കെ ഞങ്ങൾക്ക് കയറി. നമുക്കറിയാൻ വേണ്ടായില്ല ഈ വെള്ളം കുടിക്കണമെന്ന്. അങ്ങനെ കുടിച്ച് അങ്ങനെ അസുഖങ്ങള് ഇതിൽ അവിടെയൊക്കെ ആകെ വെള്ളം ഇതൊക്കെയാ. മതിലിന്റെ ഭാഗത്തോ? ഇവിടെയാണ് വെള്ളം വന്ന് വീഴുന്നതോ? ഇപ്പൊ മഴ നിന്നല്ലോ, മഴയില്ലാത്ത വെള്ളം വരുന്നില്ല. തുറന്നുവിടൂല. മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ അവര് വെള്ളം എല്ലാം തുറന്നുവിടും. അവിടെ ആ മതിലിന്റെ അടിയിൽ കൂടി അവര് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം കിടക്കണ ഞങ്ങള് വേസ്റ്റ് ഇടാൻ വേണ്ടി കുഴി ആത്തിയതാണ്. അവളുടെ വേസ്റ്റ് അല്ല ഇതിനകത്ത് വീഴുവാ. ഇവിടെ ഇവര് അടിയിലൊക്കെ പൈപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും. ഉമ്മയുടെ ആവശ്യം എന്താ? എന്റെ ആവശ്യം ഇത് എന്തെങ്കിലും നമുക്ക് ഇതിന് പ്രതിഫലം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം.